സന്ദീപ് വാര്യർ, വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ മനസ്സറിയാതെ കേരള കാമരാജ് കോൺഗ്രസിനെ ക്ഷണിച്ചതൊരു തിരിച്ചടിയായോ, ഒരു കല്ലുകടിയായോ? 3 പേരെ അസോസിയേറ്റ് കക്ഷിയാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞങ്ങളെ ഘടകകക്ഷിയാക്കാൻ ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറഞ്ഞതോടുകൂടി ഒന്ന് ശോഭയൊന്ന് മങ്ങിയോ? അരുൺ, ഇവിടെ ഇപ്പോൾ ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറഞ്ഞതിൽ നിന്ന് കാര്യങ്ങൾ ഏറെക്കുറെ പൊതുസമൂഹത്തിന് വ്യക്തമായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് കൃത്യമായ ബോധ്യമില്ലാത്ത, കൃത്യമല്ലാത്ത, വസ്തുതാവിരുദ്ധമായിട്ടുള്ള ഒരു വാക്കല്ല, അരവാക്ക് പോലും പറയുന്ന ഒരാളല്ല. അദ്ദേഹം വളരെ കൃത്യമായിട്ട് നടന്നിട്ടുള്ള ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു. അത് UDF-നകത്ത് ചർച്ച ചെയ്തിട്ടാണ് കാര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരന് ഏതെങ്കിലും തരത്തിൽ പ്രയാസം ഉണ്ടെങ്കിൽ, താല്പര്യമില്ലെങ്കിൽ അദ്ദേഹത്തിന് പോകാം എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ, പ്രതിപക്ഷ നേതാവ് എന്ന് സൂചിപ്പിച്ചല്ലോ പിന്നീട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയത്തിൽ എവിടെയും ഫുൾ സ്റ്റോപ്പുകളൊന്നുമില്ല. രാഷ്ട്രീയം ഒരു തുടർച്ചയാണ്. ഇവിടെ ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഒരുപക്ഷെ ഇന്നലെ രാത്രിയിൽ നിന്നോ അല്ലെങ്കിൽ ഇന്ന് രാവിലെയിൽ നിന്നോ അദ്ദേഹം നിലപാട് മാറ്റി എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം തന്നെ പറഞ്ഞു, അദ്ദേഹം അങ്ങോട്ടാണ് UDF നേതാക്കളെ സമീപിച്ചത്. കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ടൊക്കെ അദ്ദേഹം സംസാരിച്ചു. NDA-ക്കകത്തൊരു പ്രശ്നമുണ്ടെങ്കിൽ UDF നേതാക്കളുമായി കന്റോൺമെൻറ്റ് ഹൗസിലൊക്കെ പോയി ചർച്ച നടത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും നടന്നിരിക്കുന്ന ചർച്ച എന്തായിരിക്കും? ഇപ്പോൾ ഒരു NDA-ക്കകത്തൊരു വിഷമം ഉണ്ടാകുന്ന സമയത്ത്, പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് കന്റോൺമെൻറ്റ് ഹൗസിൽ പോകാൻ അവിടെ ഏതെങ്കിലും തരത്തിൽ കൗൺസിലിംഗ് സെൻറ്റർ നടത്തുന്നില്ലല്ലോ. വിഷമം ഉണ്ടാകുന്ന ആളുകളെ വിളിച്ച് ആശ്വസിപ്പിക്കാൻ അവിടെ രാഷ്ട്രീയ പ്രവർത്തനമാണ് നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രതിപക്ഷ നേതാവിനെ കാണുന്നത് മുന്നണിക്കകത്ത് ചേരാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടായിരിക്കണമല്ലോ. ശ്രീ രമേശ് ചെന്നിത്തലയെ കാണുന്നതും ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ കാണുന്നതുമൊക്കെ സമാനമായിട്ടുള്ള താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടായിരിക്കണമല്ലോ. ഇതൊക്കെ സാമാന്യേന ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകൾക്കും ബോധ്യപ്പെട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ ഇൻറ്റഗ്രിറ്റി ഒന്നും ഇവിടെ ആരും ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരനുമായി കൂടി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും അതിൽ താല്പര്യമില്ലെങ്കിൽ അവർക്ക് പോകാവുന്നതാണ്. അത്രമാത്രമേ അതിൽ പറയാനുള്ളൂ. അതല്ലാതെ അതിനൊരു പ്രാധാന്യം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതിൽ കൂടുതൽ ഈ ഒരു മണിക്കൂർ ചർച്ചയ്ക്കപ്പുറം എന്തെങ്കിലും ഒരു പ്രാധാന്യം ശരി ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ പ്രസ്താവനയ്ക്കുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. ശരി, ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം. Debate with Dr. Arun Kumar.